സുഭാഷിതം. ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക. സങ്കീർത്തനം 108:5. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിക്കും മീതെ തന്നെ. അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലെയായിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ ഘോഷിക്കുന്ന പല വചനങ്ങളും കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം നാം ഉയർത്തണം. ഭൂമിയിലൊക്കെയും അവിടുത്തെ നാമം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്തിനാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്? യെശയ്യാവ് 45:12 പറയുന്നു, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. വീണ്ടും 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. മനുഷ്യൻ പാർക്കേണ്ടതിന് വേണ്ടിയാണ് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. പല ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി, എന്നാൽ അവിടെയൊന്നും പാർക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഭൂമിയിൽ മാത്രമാണ് മനുഷ്യന് പാർക്കുവാനുള്ള അനുവാദം ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 104:5 പറയുന്നത്, അവൻ ഭൂമിയെ അത് ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. എത്ര സുരക്ഷിതമായിട്ടാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. ആ ഭൂമി ഇളകിപ്പോകാതെ വണ്ണം അല്പമായി ഒന്ന് ഇളകിയാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെയാണെന്ന്. ദൈവം ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച് നമുക്ക് തന്നിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം സഹായിക്കട്ടെ.